ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ക്രിസ്മസിന്റെ വലിയ ഒരുക്കത്തിലാണല്ലോ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്നത് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മഹനീയമായ യാത്രയെക്കുറിച്ചാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാനായിട്ട് തിരുക്കുടുംബത്തിന്റെ പിറവിയിൽ ഈശോയുടെ ജനനത്തിന് വിശുദ്ധ യോസേപ്പ് പിതാവ് പങ്കുവഹിച്ച വലിയ പങ്കിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ യോസേപ്പ് പിതാവിന് ബുദ്ധിമുട്ടുകളുടെ, സങ്കടങ്ങളുടെ ഒരു കുരിശിന്റെ വഴി തന്നെയായിരുന്നല്ലോ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര. എന്നാൽ അതിനോടെല്ലാം സമ്മതം പറയുവാനായിട്ടും ആ യാത്രയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് വിശുദ്ധ യോസേപ്പ് പിതാവിന് സാധിച്ചത് അചഞ്ചലമായിട്ടുള്ള ദൈവത്തിലുള്ള വിശ്വാസവും അപരിമേയമായ ദൈവാശ്രയ ബോധത്തിലുമാണ്. പലപ്പോഴും നമ്മുടെ ഈ പ്രതികരണം അങ്ങനെയൊക്കെയാണല്ലോ. ദൈവം നമ്മളെ ഒരു പദ്ധതികൾക്കായിട്ട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ മനുഷ്യരായ നമ്മുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാം, ജീവിതത്തിലെ കുരിശുകളെയും ബുദ്ധിമുട്ടുകളെയും സങ്കടങ്ങളെയും എങ്ങനെ മറികടന്നുകൊണ്ട് ഒരു സുരക്ഷിത താവളത്തിൽ അഭയം പ്രാപിക്കാം എന്നതാണ് നമ്മുടെ ചിന്ത. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ച്, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഓടിയകലാറുള്ളവരല്ല നമ്മൾ. യോസേപ്പ് പിതാവിനെ പോലെ അപരിമേയമായ വിശ്വാസത്തിന്റെ ആഴം, ദൈവാശ്രയ ബോധം, നിശബ്ദതയിൽ ആഴ്ന്നുള്ള പ്രാർത്ഥന വഴിയൊക്കെ ശക്തി സംഭരിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ യോസേപ്പ് പിതാവ് വലിയ സ്നേഹത്തോടെ, വലിയ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചതും തിരുക്കുടുംബത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഉൾച്ചേർക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമുക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തിരുക്കുടുംബങ്ങൾക്ക് പിറവി നൽകുവാനായിട്ടും നമ്മളാൽ കഴിവിലും മറ്റുള്ളവരെ ഈശോയ്ക്ക് നൽകുവാനായിട്ടും നമുക്ക് സാധിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തിപ്പെടുത്തുന്ന ഈശോയിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിന് പുൽക്കൂടിലേക്കുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല, സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിനെ അതിജീവിച്ചത് അപരിമേയമായ അത്ഭുതപൂർവമായ ദൈവാശ്രയ ബോധം കൊണ്ടാണ്. നമ്മുടെ ഈ ജീവിതയാത്ര പലപ്പോഴും സുഖകരമായിരിക്കണമെന്നില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും തെറ്റിദ്ധാരണകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പോഴെല്ലാം ഈ വലിയ ദൈവാശ്രയ ബോധവും വിശ്വാസത്തിന്റെ ആഴവും നമ്മെ സഹായിക്കട്ടെ. യോസേപ്പ് പിതാവിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ എല്ലാ തിരുഹൃദയങ്ങളില് ഈശോ ഒന്ന് പറക്കട്ടെ. ശേഷിക്കുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി ഒരുങ്ങി പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ യാത്ര ഏറ്റവും ആനന്ദപ്രദവും അനുഗ്രഹദായകവുമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.